എന്താ വാടേ ഇത്, എന്താ വാടേ, എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? കൽക്കി 2898 പൊന്നെ, ഇങ്ങനെ ഒരു സിനിമ ഇതെങ്ങനെ സാധിക്കുന്നു? അത് മാനടി എന്ന് പറഞ്ഞ് മറ്റേ സാവിത്രി എന്ന് പറഞ്ഞ തമിഴ് നടിയുടെ ആണല്ലോ നമ്മൾ ആ സിനിമ ഒരുപാട് ആൾക്കാർ എല്ലാവരും കണ്ടു കാണും. ഭയങ്കര ഒരു സെൻറ്റിമെൻറ്റൽ, അതായത് കറക്റ്റായിട്ട് ആ സമയത്ത് എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള ഒരു കുറേയൊക്കെ ഇമാജിനേഷൻ, കുറേയൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ എടുത്ത ഒരു വ്യക്തിയാണ് നാഗശ്വിനെ കൊണ്ട് ഇങ്ങനെ ഒരു സിനിമ ഇതെങ്ങനെ സംഭവിച്ചു? അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഇങ്ങനെ ഒരു ഇമാജിനേഷനൊക്കെ എങ്ങനെയാണ് പറ്റുന്നത്? എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തൊരു സ്പെഷ്യൽ എഫക്റ്റ്, എന്തൊരു VFX, പിന്നെ ആ സ്റ്റാർ കാസ്റ്റിംഗ് നോക്കിയാലും ഞാൻ ഭയങ്കരമായിട്ട് കളിയാക്കിയൊക്കെ ചെയ്തു. 600 കോടി രൂപ എന്തിനാണ് 600 കോടി രൂപ എന്തുണ്ടാക്കാനാണ് ഒരു സിനിമയ്ക്ക് 600 കോടി രൂപ? മറ്റേ ആദിപുരുഷ് കണ്ടതാണല്ലോ, അതുപോലെയൊക്കെ സംഭവിക്കല്ലേ അതായതാന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഇത് പാൻ ഇന്ത്യൻ മൂവിയാണ്, ഇന്ത്യയിൽ ഫുള്ള് റിലീസായിട്ടുണ്ട്. ഇതിൻ്റെ കളക്ഷൻ എവിടെയാണ് പോകുന്നത് നമുക്കറിയില്ല. എന്താണെങ്കിലും 600 കോടിക്ക് താഴെയല്ല മറ്റേ ആദിപുരുഷിൽ സംഭവിച്ച പോലെ. ആദിപുരുഷിൽ പിന്നെ മറ്റേ വവ്വാലും മറ്റേ പരിപാടിയൊക്കെ ആയിരുന്നല്ലോ, ഇങ്ങനെ മറ്റേ രാഘവ് പിന്നെ ലോറൻസ് ഇല്ലാതെ പോയത് ഭാഗ്യം. തമിഴിൽ ഒരുത്തമുണ്ടല്ലോ രാഘവ് ലോറൻസ്, അവൻ ഇല്ലാതെ പോയത് ഭാഗ്യം. മറ്റേ രാവണൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പോലും ഞാൻ മറന്നുപോയി, അതിൽ വേറെ പേരാ. അതായത് ആ ക്യാരക്ടർ ചെയ്ത് സൈഫ് അലി ഖാൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ മറ്റേ വവ്വാലിൻ്റെ പുറത്ത് വരുന്നു. രാമായണത്തിൽ എവിടുന്നാണ് വവ്വാൽ ഒരു ഹിന്ദു മിത്തോളജി ഇത് കോപ്പി അടിക്കുമ്പോൾ മറ്റേ ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് കോപ്പി അടിക്കുന്നതാണ്. ഇത് ഭയങ്കര കോപ്പിയാണ് ഇത് നമ്മുടെ കൽക്കി. പക്ഷേ കുറേ സീനൊക്കെ കോപ്പിയാണ്, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എന്നാലും അത് ചെയ്തിരിക്കുന്ന രീതി, അവതരിപ്പിച്ചിരിക്കുന്ന രീതി, അതിലൊരു കൺസെപ്റ്റ്, ഒരു മഹാഭാരതം അതിനെ കണക്ട് ചെയ്തു. പിന്നെ കലിയുഗം എന്ന് പറയുന്ന സംഭവം, അതിൽ അശ്വത്ഥാമ, അതിൽ കർണൻ, അതിൽ മറ്റേ കൃഷ്ണൻ, ഇങ്ങനത്തെ ഈ ഹിന്ദു മിത്തോളജിയിലുള്ള ഈ സൂപ്പർ ഹീറോസ് ഇവരെയൊക്കെ വെച്ച് എടുത്താൽ ഒരു 100 സിനിമ എടുക്കാമെന്ന് വെച്ചു. അത് നമ്മളാരും ഇതുവരെ ചെയ്തിട്ടില്ല. അവന്മാർ അവിടെ മാർവൽ മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇമാജിനറി ക്യാരക്ടേഴ്സ് ഇങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിത്തോളജിക്കലാണ്, നമ്മുടെ ഇമാജിനറി അല്ല. നമ്മുടെ ഇമാജിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടും, ഹിന്ദുക്കളുടെ നിന്ന് അടി കിട്ടും. അപ്പോൾ മിത്തോളജിക്കൽ ഇത് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇതുണ്ട്, കൃഷ്ണനുണ്ട്, അയ്യപ്പനുണ്ട്, ഗണേശുണ്ട്, ഗണപതി ഉണ്ട്, ഹനുമാനുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആകെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്ന സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ ഹനുമാനെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കർണനും മറ്റേ കൃഷ്ണനും ഇവരൊക്കെ ഹീറോസാണ്. അപ്പോൾ ഇവരെ വെച്ച് ഇങ്ങനെ ഒരു കഥ, അതിലും അമിതാഭ് ബച്ചനും മറ്റേ കമലഹാസനൊക്കെ വരുന്ന 2 സീനാണ്. 100 കോടിയാണ് മേടിച്ചതെന്നൊക്കെയാണ്, 30 കോടി 50 കോടിയാന്ന് തോന്നുന്നു. അമിതാഭ് ബച്ചൻ എങ്ങാണ്ട് 19 കോടിയോ 60 കോടിയോ എങ്ങാണ്ടാണ്. ദീപിക പദുകോണ് 19 കോടി 30 കോടി എങ്ങാണ്ടാണ്. ഭയങ്കര കണക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എത്ര സത്യം എന്ന് നമുക്കറിയില്ല. എന്താണേലും 600 കോടി രൂപ ചിലവായിട്ടുണ്ട്. അത് മുതലാണ്. ആ പണം മുടക്കിയവൻ പൊട്ടനല്ല എന്നുള്ളത് മനസ്സിലാക്കാം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. ഇത് ഇങ്ങനെ അതായത് നമ്മൾ ഇമാജിനേഷനിൽ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ ഇങ്ങനെ ചെയ്യണം, നമുക്ക് അങ്ങനെ ഒരുത്തം പറന്ന് വരണം, ഇങ്ങനെ ഒരു പ്രേതം ഇങ്ങനെ വരണം എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ അത് സ്ക്രീനിലെടുത്ത് വെക്കുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമാണ്. അതാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തോ ഓസ്കർ നോമിനേഷൻ ഉറപ്പാണ്. അത് വിൻ ചെയ്യുമോയെന്നറിയില്ല. വിൻ ചെയ്യാൻ കുറേ മറ്റേ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവിടെ കുറേ അമേരിക്കയിൽ കുറേ സ്ഥലങ്ങളിൽ അത് പ്രദർശിപ്പിക്കണം. അങ്ങനെ കുറേ ആ ജഡ്ജും കാര്യങ്ങളൊക്കെ അവരൊക്കെ അത് കാണണം. ഇങ്ങനെ കുറേ നമ്മളിപ്പോൾ ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അമേരിക്കയിലുള്ളവർ കാണത്തില്ല. കാണാത്ത ഒരു സാധനത്തിന് നമുക്ക് അവാർഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ, അവർ കൊടുക്കത്തില്ല. അങ്ങനെയാണ് നമ്മുടെ സിനിമകൾ ഇത്രയും കാലമായിട്ട് വേസ്റ്റായി പോയിക്കൊണ്ടിരുന്നത്. ഇത് അവിടെ കുറേ ക്യാമ്പയിനിങ് ചെയ്യണം, അവിടെ കുറേ ചിലവുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ഇപ്പോൾ സാധാരണയാണ്. ഇപ്പോൾ എലിഫൻറ്റ് വിസ്പറർ സിനിമയൊക്കെ ഓസ്കർ കിട്ടിയത് അങ്ങനെയാണ്. എലിഫൻറ്റ് വിസ്പററിൽ വലിയ ആനകാര്യമൊന്നുമില്ല, വലിയ ആനകാര്യമൊന്നുമില്ലെന്നാണ്. ഒരു സാധാരണ ഒരു ഡോക്യുമെൻ്ററിയാണ്. പക്ഷേ ആ ഒരു ഇതിന് ഓസ്കർ കിട്ടുന്നതെന്ന് പറയുമ്പോൾ അത് ആ ക്യാമ്പയിനിങ് കാരണമാണ്. അല്ലാതെ ഇപ്പോൾ ആടുജീവിതത്തിന് കിട്ടിയില്ല, ഇതുവരെ കിട്ടിയില്ല, ഇനി കിട്ടുമോയെന്നറിയില്ല. കിട്ടിയാൽ നല്ലതാണ്. ഇപ്പോൾ ഒരുപാട് സിനിമകൾക്ക് നമ്മുടെ ലഗാനിന് കിട്ടിയില്ല. നമ്മുടെ നല്ല ക്വാളിറ്റി ഉള്ള പടങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അത് കിട്ടണമെങ്കിൽ, ഓസ്കർ കിട്ടണമെങ്കിൽ ഒരു ഭയങ്കര സംഭവമാണ്. പക്ഷേ ഓസ്കർ കിട്ടിയില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ ഇനി ഇപ്പോൾ ആദിപുരുഷല്ലോ, ആ പടത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എല്ലാവർക്കും തെറിയൊക്കെ വന്നു. പ്രഭാസിനെ വെറുത്ത ഒരു പടമാണ്. ഞാൻ വെറുത്തുപോയി. പിന്നെ കണ്ടുകൂടെ പോടേ പിന്നെയും വരല്ലേ പോടാ എന്ന് പറയിപ്പിച്ച ഒരു പടമാണ്. ആ റൈറ്റർ ആ ഡയറക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചെരുപ്പൊന്നും ഇല്ലാതെയാണ് സ്ക്രിപ്റ്റ് എഴുതുക. കാരണം ആ രാമായണം ആയതുകൊണ്ട് എനിക്ക് എത്ര ബഹുമാനമാണ്, അത്രയും ഭക്തിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്തോ കാണിച്ചു വെച്ചിരിക്കുന്ന കൽക്കിയിലെന്ന്. അതായത് ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാണ്. 2-3 ദിവസം കഴിഞ്ഞു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സിനിമ ഇറങ്ങി.
സിനിമ എല്ലാവരും ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഭയങ്കര പടമാണെന്നുള്ള അഭിപ്രായം ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. ചില ക്രിഞ്ചടിയൊക്കെ ഉണ്ട് തുടക്കത്തിൽ. നമ്മൾ പ്രഭാസ് വരുന്നതൊക്കെ മറ്റേ ഒരു മുറിക്കകത്ത് ഇങ്ങനെ ഒരു മറ്റേ വലിയൊരു ഇതിനകത്തൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ പ്രഭാസ് തന്നെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. മറ്റേ എടേ ഞാനാണ് ആള്, അല്ലെ ഞാൻ വരൂല ഏട്ടാ, ബാറ്റും ബോളും എൻ്റെയാണ്, ഞാൻ പോവാണേ എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ടാണ് തോന്നുന്നത് ആ സീനൊക്കെ അങ്ങനെ ആയിപ്പോയത്. പടം സെക്കൻഡ് ഹാഫ് ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു പടത്തിൽ ഇങ്ങനത്തെ ക്രിഞ്ചടി സീനൊക്കെ എന്തിനാണ്? ഒന്നും ചെയ്യാതെ ഇങ്ങനെ അതിനകത്തിരിക്കും, പിന്നെ പെട്ടെന്ന് എണീറ്റ് അങ്ങ് പോവാണ്, പിന്നെയാണ് ഭയങ്കര ഇടിയും ബഹളവും അത് ഇതും. സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് പക്ഷേ അതിനെ നമ്മൾ ക്ഷമിച്ചു. അനിമൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ വളിപ്പാണ്. പക്ഷേ അനിമൽ സിനിമ നമ്മൾ ക്ഷമിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ പാപ്പ അത് അച്ഛൻ്റെ ആ സെൻറ്റിമെൻറ്റും കാര്യങ്ങളും ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അത് കാണുമ്പോഴാണ് നമുക്ക്, അത് കണ്ടപ്പോഴാണ് ആ ഒരു സെക്കൻഡ് ഹാഫ് ആ ലാസ്റ്റ് കുറേ ഭാഗങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത്. മറ്റേ ഫ്ലൈറ്റിനകത്ത് പോകുന്നു, അതിനകത്തിട്ട് എന്താ പാടേ ഇത്, പിന്നെ ആകെ വെടിവെപ്പ് ടൊക്കൊട്ടൊക്കൊട്ടൊക്കൊട്ടൊക്കൊട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അനിമൽ സിനിമ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവസാനത്തെ കുറേ ഇതുണ്ടല്ലോ, ഭാഗങ്ങളുണ്ടല്ലോ. ഒരു സിനിമ എപ്പോഴും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ വലിയ സിനിമാക്കാരനൊന്നുമല്ല, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഒരു സിനിമ വിജയിക്കാൻ ഒരു ഫുൾ പടം ഒരാളിനെ ഇഷ്ടപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. പ്രേക്ഷകർക്ക് ഒരിക്കലും ഒരു ഫുൾ പടം ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ വളരെ അപൂർവം പടങ്ങളേ ഉള്ളൂ, ചില ചുരുക്കം പടങ്ങൾ. ഒരു പടത്തിൻ്റെ ഒരു 20 മിനിറ്റ് നിങ്ങൾ ആൾക്കാരുടെ ആ ഒരു ഇത് പിടിച്ചു പറ്റാൻ പറ്റിയാൽ നിങ്ങൾ വിജയിച്ചു. അതാണ് സിനിമ. അതാണ് ഇത്. കൽക്കിയിൽ അങ്ങനെയല്ല കേട്ടോ. കൽക്കിയിൽ കുറേ ഭാഗങ്ങൾ കുറേ നമുക്ക് ഇഷ്ടമാവും, കുറേ ഭാഗങ്ങൾ നമുക്ക് എന്തോ എന്നും പറഞ്ഞുകൊണ്ട് സമ്മതിച്ചിരിക്കുന്നു. ആനന്ദ് മഹീന്ദ്രയുടെ കാര്യം പറഞ്ഞേ പറ്റുള്ളൂ ഇതിനകത്ത്. ആനന്ദ് മഹീന്ദ്ര കമ്പനിയുടെ ഓണറാണ് പുള്ളി ഒരു ടീമിനെയൊക്കെ കൊടുത്ത് ആ വണ്ടി ചെയ്യിപ്പിച്ചതെന്നാണ് ഒരു ന്യൂസ് ഉള്ളത്. കാരണം പുള്ളിക്ക് മറ്റേ ഇന്നോവേഷൻ കാര്യങ്ങൾ മറ്റേ ടെസ്ലയുടെ ഓണറൊക്കെ ചെയ്യുന്ന പോലെ ഇവർക്കൊക്കെ ഇതൊരു ഹോബിയാണ്. അതായത് ഇങ്ങനെ പറന്നു പോകുന്ന സാധനങ്ങൾ ഇങ്ങനെ അത് നടന്നും പോവും, അതിങ്ങനെ ഓടിയും പോവും, അതിങ്ങനെ ഓടിക്കാനും പറ്റും. അപ്പോൾ കുറേ കാശുണ്ടല്ലോ, പിന്നെ എന്താ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റായിട്ട് നടക്കുക. അതാണ് അവരുടെ ഒരു ഹെൽത്തും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ആ ഒരു നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള കാരണം അതാണ്. അപ്പോൾ പുള്ളിയുടെ കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. പുള്ളി ഇതിനകത്ത് കുറച്ച് ഇത് ചെയ്തിട്ടുണ്ട്. പുള്ളി ആ വണ്ടി കുറേ സംഭവമുണ്ട് ആ വണ്ടിയെ വെച്ച്. സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ട് വരും. സെക്കൻഡ് പാർട്ട് വരുമ്പോൾ എന്തോ ആയിരിക്കും. സെക്കൻഡ് പാർട്ട് മിക്കവാറും ഒന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം മിക്ക സിനിമകളും അങ്ങനെ ഫസ്റ്റ് പാർട്ട് ഇങ്ങനെയൊക്കെ നന്നായി കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് ഇങ്ങനെ ഞാനാരോന്നറിയാവോ മോനെ, എന്നെക്കുറിച്ച് ഞാൻ എന്തെടുത്ത് വെച്ചാൽ ആൾക്കാർ കാണുമെന്ന്, ഞാൻ സ്റ്റാറാ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു അഹങ്കാരം കൊണ്ട് പറയുമ്പോൾ പ്രേക്ഷകർ ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് പോയി കളയും. അതാണ് മിക്ക സമയത്തും സെക്കൻഡ് പാർട്ടിന് പറ്റുക. ഈ പടത്തിന് അങ്ങനെ പറ്റാതിരിക്കട്ടെ. ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ സെക്കൻഡ് പാർട്ട് നന്നാവട്ടെ, ഇതിനൊരു ഓസ്കർ കിട്ടട്ടെ. ഇതൊരു ഭയങ്കര സിനിമയായി മാറിക്കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല. ഇനിയും മാറട്ടെ. ഇതുപോലത്തെ സിനിമകൾ ഇനിയും വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും. ഇന്ത്യൻ സിനിമ വേറെ ലെവലിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ടെക്നോളജി വന്നതോടെ ഭയങ്കരമായിപ്പോയി.